SLC റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെയ് 14 മുതൽ +1 അഡ്മിഷൻ ആപ്ലിക്കേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് +1 അപ്ലൈ ചെയ്യുന്നത്, +1 ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട +1 അഡ്മിഷനും അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിക്കഴിയുമ്പോൾ ഒക്കെ നമുക്ക് പിന്നെ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് തന്നെ അഡ്മിഷൻ കിട്ടും എന്നായിരിക്കും എല്ലാ വിദ്യാർത്ഥികളും വിചാരിച്ചിരിക്കുക. പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഫുൾ A+ കിട്ടിയാലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പേജിൽ കിടക്കുന്ന കാര്യങ്ങളാണ് +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ബോണസ് പോയിന്റുകൾക്ക് അർഹമായിട്ടുള്ള ആളുകൾ. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മാർക്ക് കണക്ക് കൂട്ടുമ്പോൾ അതിൽ WGPA എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ WGPA എന്താണ്, നിങ്ങളുടെ WGPA എങ്ങനെ കണക്കാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ +1 ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ഇത്തിരി വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഫുൾ A+കാർക്ക് പോലും ഇല്ലാത്ത ചില പ്രിവിലേജുകൾ നമ്മൾക്ക് ബോണസ് പോയിൻ്റായിട്ട് പല കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ഫുൾ A+ കിട്ടിയാലും എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്തെന്നുള്ള കാര്യം ഡീറ്റെയിൽ ചെയ്യാം. സോ നമ്മളുടെ ബോണസ് പോയിൻ്റ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ ജവാന്മാരുടെ മക്കൾക്ക് 3 പോയിൻറ്റ്, കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാനാണെങ്കിൽ മക്കൾക്ക് 5 പോയിൻറ്റും ആനുകൂല്യം ഉണ്ടായിരിക്കും. പിന്നെ NCCയിലോ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലോ ഒക്കെ പോയിട്ടുള്ളവർക്ക് 2 മാർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും 2 മാർക്ക് ചെറിയ കാര്യമാണെന്നല്ല. എല്ലാവർക്കും ഒരേപോലത്തെ മാർക്കുകളൊക്കെ വരുമ്പോൾ ഈ 2ഉം 1ഉം മാർക്കുകൾ ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് അംഗമായിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. നിങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് നിങ്ങളുടെ സ്കൂൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും. അതല്ല ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും ഒന്നും അല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ താലൂക്കിലെങ്കിലും ആണ് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്കൂളെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. ഇനി ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലുള്ള മറ്റ് സ്കൂളുകൾക്ക് 2 പോയിൻ്റ് കിട്ടും. അതേപോലെ തന്നെ സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SLC യോഗ്യത നേടുന്നവർ 3 എന്ന് വെച്ചാൽ ഇത് കാര്യം വേറൊന്നുമല്ല. നിങ്ങൾ CBSE ICSE ഒക്കെ ആണെങ്കിൽ ഈ 3 പോയിൻ്റ് കിട്ടത്തില്ല. ബാക്കി എല്ലാവർക്കും SLC കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഈ 3 മാർക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫുൾ A+കാരെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. എനിക്ക് ഫുൾ A+ഉം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പഠിച്ച സ്കൂളല്ലാത്ത മറ്റൊരു സ്കൂളിലേക്ക്, കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. എൻ്റെ ഗ്രാമപഞ്ചായത്തിലോ എൻ്റെ താലൂക്കിലോ അല്ല ആ സ്കൂൾ വരുന്നത്. അതേപോലെ തന്നെ ഞാൻ NCCയിലോ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലോ ലിറ്റിൽ കൈറ്റ്സിലോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങളിൽ ക്ലബ്ബുകളിലും ഒന്നും അംഗമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലുള്ള ബോണസ് പോയിൻറ്റും ഇല്ല. അപ്പോൾ എനിക്ക് ഫുൾ A+ ഉണ്ടെങ്കിലും കൊല്ലം ജില്ലയിൽ അതേപോലത്തെ മാർക്ക് വാങ്ങി ഫുൾ A+ഓ അല്ലെങ്കിൽ 9 A+ഉം 1 Aയും ഒക്കെ വാങ്ങിയിട്ട് ഈ പറയുന്ന ബോണസ് പോയിൻറ്റുകൾ കൂടി കിട്ടുന്ന ഒരാൾക്ക് എന്നേക്കാൾ മുകളിൽ കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു കാരണവശാലും അഡ്മിഷൻ കിട്ടാതിരിക്കത്തില്ല. നിങ്ങളുടെ ഉദ്ദേശിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റിലും ആദ്യത്തെ അലോട്ട്മെൻറ്റിലും എന്തുണ്ടായിരിക്കത്തില്ല, നിങ്ങൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഫുൾ A+കാരായതുകൊണ്ട് അഡ്മിഷൻ കിട്ടും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിചാരിച്ചിരിക്കേണ്ട. എന്ന് വെച്ച് നിങ്ങൾ ഈ സ്കൂൾ കൊടുക്കാതെ ഒന്നും ഇരിക്കേണ്ട. നിങ്ങളുടെ അപ്പുറത്തെ ജില്ലയിലുള്ള സ്കൂളിലാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ താല്പര്യമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്ത് മനസ്സിലാക്കണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മേ ബി കിട്ടാതിരിക്കാം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഫുൾ A+ ആണ് എന്ന് കരുതി അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിക്കേണ്ട. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൂടി മനസ്സിലാക്കിയിരിക്കുക, ബോണസ് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് മറ്റേ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.